ഞങ്ങൾ കുംഭമേളയ്ക്ക് പോയതിൻ്റെ ഫുൾ വീഡിയോ ആണിത്. രാവിലെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ തൃശ്ശൂർ എത്തിയപ്പോൾ ഞങ്ങൾ നിർത്തിയിട്ട് ചായയും ചെറിയ സ്നാക്സൊക്കെ കഴിച്ചു. ഈ അരിയുണ്ട നല്ല ടേസ്റ്റായിരുന്നു, അപ്പോൾ അത് മേടിച്ചു കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നേരെ പോയത് ശോഭ മാളിലേക്കാണ്. നമുക്ക് ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് പതുക്കെ പോയാൽ മതിയായിരുന്നു. അതായത് നമ്മുടെ ബോച്ചയുടെ വീടാണ്. പുള്ളിക്കാരൻ്റെ കാറിൻ്റെ കളക്ഷനാണ് ഈ കാണുന്നത്. ഒരുപാട് കാറുകൾ ഇങ്ങനെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇങ്ങനെ ജസ്റ്റ് ക്യൂരിയോസിറ്റി കൊണ്ട് ഞങ്ങളിങ്ങനെ എടുത്തു. പിന്നെ നേരെ പോയത് ശോഭ മാളിലേക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മോളാണ്. ഞാനവിടെ ചെറിയ ചെറിയ കടകളിലൊക്കെ കയറി ചെറിയ കമ്മലും ഒക്കെ വാങ്ങിച്ചു. പിന്നെ നൈക്കയുടെ ഒരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ടെസ്റ്റ് ഇങ്ങനെ ചെയ്തു. വാങ്ങിച്ചില്ല, എനിക്കിഷ്ടപ്പെട്ട കളറൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ മോളിൽ നിന്ന് ഇറങ്ങി നേരെ പോയി. ഇത് നല്ല അടിപൊളി പാടമായിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. പിന്നെ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി. വെജിറ്റബിൾ മീൽസാണ് കഴിച്ചത്. ഒരു പ്രത്യേകതയുള്ള ഹോട്ടലായിരുന്നു. എന്തോ വഞ്ചിയുടെ തീമും അങ്ങനെയൊക്കെയുള്ളൊരു നല്ല ഹോട്ടലായിരുന്നു. നല്ല ലഞ്ചായിരുന്നു. ഊണ്, ചോറ്, കറികൾ, വെജിറ്റബിൾ മീൽസാണ് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ ആദ്യം പോയിട്ട് മേടിച്ചത് മാസ്കാണ്. അവിടെ പൊടിയുടെ ഇതൊക്കെ നമ്മൾ റീൽസിലൊക്കെ കണ്ടിരുന്നു പോകുന്നതിന് മുമ്പ്, വീഡിയോസ് എല്ലാം നോക്കിയപ്പം. അപ്പോൾ ആദ്യമേ പോയി മാസ്ക് മേടിച്ച് അത് സെറ്റ് ചെയ്തു. പിന്നെ കുളിക്കാനായിട്ടുള്ള തോർത്തും കാര്യങ്ങളൊക്കെ അതും വാങ്ങിച്ചു. എല്ലാം അവിടെ തന്നെ വിൽക്കാനെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി. കാറ് പാർക്ക് ചെയ്തത് ഒരു ഗ്രൗണ്ടിലാണ്. 100 രൂപയാണ് അവർ മേടിച്ചത്. അവിടെയുള്ള വീടുകളിലെല്ലാം പാർക്കിംഗ് അവരിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ കുട എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വെയിൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ കുട എടുത്തൊരെണ്ണം ബാഗിൽ വെച്ചിട്ടുണ്ടായതുകൊണ്ട് അതൊരു ഭാഗ്യമായി. ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലം. ഇതാണ് ഒരു ടെമ്പററി പാലം അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ആരതി കാണുന്നതിന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. പക്ഷെ ഞങ്ങൾ ആ സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ട് പിന്നെ ഫ്രണ്ടിലോട്ടേക്ക് അധികം കയറിയിരുന്നില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി, കുളിക്കാനൊന്നും നിന്നില്ല. ജസ്റ്റ് ഒന്ന് മേലൊക്കെ ഒന്ന് തളിച്ചു. നല്ലൊരു തണുപ്പൊക്കെയുള്ള നല്ലൊരു വെള്ളമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയധികം ആൾക്കാർ അവിടെ വന്നു. പിന്നെ അവിടെ കംപ്ലീറ്റ് ആൾക്കാരായി ആരതി തുടങ്ങിയപ്പോഴേക്കും. ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു ആരതി. നല്ലൊരു രസമുള്ളൊരു ഇതായിരുന്നു. നമ്മൾ ഒരുപാട് നേരം അതൊക്കെ കണ്ടിരുന്നു. പിന്നെ ഒരുപാട് തിരക്കാവുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങി ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു. തിരിച്ചു വന്നപ്പോൾ ഞാനാണ് ഡ്രൈവ് ചെയ്തതുകൊണ്ട് പിന്നെ ഏട്ടൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നതാണ് ഈ കാണുന്നത്.